പാർത്ഥ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നു, പലരുടെയും പ്രതികരണങ്ങൾ വന്നു. ഏറ്റവും അറപ്പുളവാക്കുന്ന ഒരു പ്രതികരണമാണ് ഒരു CPM നേതാവിൽ നിന്ന് ഉണ്ടായത്. MM മണി. അദ്ദേഹം ഇപ്പൊ ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ ഒരു എന്ത് പറയാനെന്ന് എനിക്കറിയില്ല ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പ്രതികരണം ഉണ്ടല്ലോ, ജനങ്ങളെ എന്താണ് ഇവർ ജനങ്ങളെ കുറിച്ച് കരുതുന്നത്? പെൻഷൻ വാങ്ങിച്ച് തിന്നിട്ട് സർക്കാരിനിട്ട് പണിതു എന്നാണ് പറഞ്ഞത്. ഈ പെൻഷൻ എവിടെന്നാ കൊടുക്കുന്നത്? AKG സെന്ററിൽ നിന്നാണോ ഈ പെൻഷൻ കൊടുക്കുന്നത്? ഇയാൾക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ, വിവരമില്ലേ? ഇവരെ പോലെ ഉള്ളവരാണ് ഈ CPM-നെ നയിക്കുന്നത്. അപ്പോ ജനം ഇപ്പോൾ CPM-നെ പുറംകാലുകൊണ്ട് തള്ളി എന്ന് തന്നെ പറയാം. അതിൽ യാതൊരു അതിശയവുമില്ല. ഇവരുടെ ഈ പ്രതികരണങ്ങളും ധാർഷ്ട്യവും അഹങ്കാരവും ജനങ്ങൾ എന്തോ അവരുടെ ഔദാര്യത്തിൽ ജീവിക്കുന്നവരാണ് എന്നുള്ള ഒരു ബോധ്യം. അത് MM മണി എന്നല്ല, ഒരു ലോക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി മെമ്പർ, അതിന് വലിയ സ്ഥാനമാനങ്ങളൊന്നും വേണ്ട, ഒന്നും വേണ്ട. ഞാനൊരു CPM കാരനാണെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പോലും ധാർഷ്ട്യം ചില്ലറയല്ല. ഈ ധാർഷ്ട്യത്തിനേറ്റ ഒരു കനത്ത തിരിച്ചടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാനാവുമോ? ഒരിക്കലുമില്ല. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ വലിയ സംശയങ്ങളോ നമുക്കതിൽ വലിയ ചർച്ചകളോ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. ജനങ്ങൾക്ക് പൊതുവിൽ ഈ ധാർഷ്ട്യവും അഹങ്കാരവും മടുത്തിരിക്കുന്നു. ഞങ്ങൾ എന്തോ വലിയ ആളുകളാണ്, ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, ഞങ്ങൾ കയറി അടിക്കും, ഞങ്ങൾ കൊല്ലും, ഈ തരയിലുള്ള ഈ പറയുന്ന കാര്യങ്ങളോട് മൊത്തം ജനം കംപ്ലീറ്റ് ആയിട്ട് തിരിയുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. കേരളത്തിൻ്റെ ഈ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള വിഷയം വലിയ രീതിയിൽ ചർച്ചയാക്കി പെണ്ണ് കേസ് എന്നുള്ള നിലയിലേക്ക് തന്നെ കൊണ്ടുപോയി സദാചാര വിചാരണ നടത്തി അതിലൂടെ വോട്ട് നേടാം എന്നായിരുന്നു CPM വിചാരിച്ചിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യങ്ങളോട് നമ്മൾക്ക് വിയോജിപ്പുണ്ട്. രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ശരിയാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് കോൺഗ്രസ് കൃത്യമായ നടപടി എടുത്തെടുത്താണ് ഇവർക്ക് പരാജയം പറ്റിയത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയത്തിൽ നമുക്ക് എതിർപ്പൊക്കെ ഉണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം മാത്രമാണ് ഇങ്ങനെ ഒരു വലിയ കാര്യം ചെയ്തത് എന്ന നിലയിലേക്ക് പ്രതികരിക്കുകയും ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഈ സ്ത്രീ പീഡകരായിട്ടുള്ള ആളുകളെ മൊത്തം സംരക്ഷിക്കുകയും ചെയ്തത് CPM-ന് വലിയ അടിയായിട്ടുണ്ട്. അപ്പോൾ പെണ്ണ് കേസ് വെച്ചുകൊണ്ട് ഈ കാര്യത്തെ നേരിടാൻ പറ്റില്ല എന്ന് ജനം തെളിയിച്ചുകൊള്ളു. ഇത് ജനങ്ങളുടെ വിഷയമല്ല. എല്ലാ കാലത്തും സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ജനങ്ങളും സ്ത്രീകളും വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ച തെറ്റിപ്പോയി. കാരണം അവർക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങളുണ്ട്. സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നേതാവിനെതിരെ മാത്രം കൊണ്ടുവരുന്നതല്ല സ്ത്രീപക്ഷ രാഷ്ട്രീയം. കേരളത്തിലുള്ള മൊത്തം അതിക്രമങ്ങൾക്കെതിരെയും ബുദ്ധിമുട്ടുകൾക്കെതിരെയും പോലീസ് രാജിനെതിരെയും മൊത്തത്തിലുള്ള നീതി, ഇതൊക്കെയാണ് ജനങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത്. ഈ പറയുന്ന ആളുകൾ മാത്രമല്ലല്ലോ സ്ത്രീകളായിട്ടുള്ളത്, എല്ലാ ആളുകളും സ്ത്രീകളല്ലേ? അതൊരു വലിയ ചിന്തയല്ലേ, വലിയൊരു പ്രശ്നമല്ലേ? അതൊക്കെ ഇവിടെ ചർച്ചയായിട്ടുണ്ട്. രണ്ടാമത്തത് MM മണി പറഞ്ഞ വാചകം. MM മണിയെ പോലുള്ള നേതാക്കന്മാർ CPM-ന് അകത്ത് ഇപ്പോഴും ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നത് ഈ 2025-ലും CPM-ന്റെ നേതാക്കന്മാർക്ക് ഒരു തരത്തിലുള്ള മാറ്റവും വന്നിട്ടില്ല. അവരെ ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഉടനെ അവർ ജനങ്ങൾക്ക് നേരെ തിരിയും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കണ്ടിട്ടുണ്ടോ അങ്ങനെ തിരിയുന്നത്? ഇപ്പൊ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു K മുരളീധരൻ ഒക്കെ വടകരയിൽ മത്സരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് 19 സീറ്റ് UDF-ന് അനുകൂലമായിട്ട് വന്നു. അന്നത്തെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു, തോറ്റത് ഞങ്ങളല്ല നിങ്ങളാണ്. ജനങ്ങളോട് പറയാണ് തോറ്റത് CPM അല്ല നിങ്ങളാണ്. മനസ്സിലാക്കണം. അപ്പൊ അവരുടെ ഒരു രീതി എങ്ങനെയാണ്? മുഖ്യമന്ത്രി എന്ത് പറയുമ്പോഴും പറയും നാട്, അയാളുടെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു അഴിമതി കഥ വന്നു വിചാരിച്ചോ, മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിക്കെതിരെ CPM-നെതിരെ പറയുമ്പോൾ ഇത്തരം കഥകളൊന്നും ഇവിടെ ഏൽക്കില്ല. ഇതിനെയൊക്കെ നാടൊന്നാകെ നിന്നുകൊണ്ട് ഇതിനെയൊക്കെ എതിർത്ത് തോൽപ്പിക്കും. ഇയാളുടെ അഴിമതിക്ക് കൂടെ നിൽക്കാനാണോ നാടും കേരളവും? പിണറായിയെ നശിപ്പിക്കാൻ, CPM-നെ നശിപ്പിക്കാനാണ് ഇവർക്കെതിരെ എന്ത് ആരോപണം ഉണ്ടായാലും പറയുന്നത്. അതെ, അതിനൊപ്പം നാടിനെ ചേർക്കും. നമ്മുടെ നാടിനെതിരായ ആരോപണമാണ് എന്ന് പറയും. ഇവർ പേഴ്സണലി കക്കുന്നതും ഇവർ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തുന്നതും ഇത്തരം കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും പറയും. അപ്പം പിണറായി പറയും നാടിനെതിരെ ഒന്നും പറയണ്ട, ഈ നാടെന്തോ ഇവർക്ക് എഴുതി കൊടുത്താണ്. അതിനുള്ള വലിയ തിരിച്ചടിയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്ന കാര്യം, സംശയമൊന്നുമില്ല. ഈ നേതാക്കന്മാരെയൊക്കെ ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അവർക്ക് ഞങ്ങൾ എന്തോ ഈ പറഞ്ഞ ഞങ്ങളുടെ ഔദാര്യം കൊടുക്കുന്നു, പണം ഞങ്ങൾ ഔദാര്യമായി കൊടുക്കുന്നു, കിറ്റ് ഞങ്ങൾ ഔദാര്യമായി കൊടുക്കുന്നു, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ഔദാര്യമായി ചെയ്യുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് പെട്ട് പണിഞ്ഞു എന്നാണ് ആര് പറഞ്ഞത്? MM മണി പറഞ്ഞത്. ഈ MM മണിക്കെതിരെ പോസ്റ്റ് ഇടാൻ ഏതെങ്കിലും ഒരു CPM-കാരൻ ധൈര്യമുണ്ടോ? ആരും ചെയ്യില്ല, ഒന്നും പറയില്ല. അല്ല, ഇവർക്ക് അത്ര ഇതാണെങ്കിൽ AKG സെന്ററിന്റെ ഫണ്ട് എടുത്തിട്ട് ജനങ്ങൾക്കെല്ലാം AKG സെന്ററിന്റെ വകയായിട്ട് പെൻഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അന്നദാനം നടത്തുക, അല്ലെങ്കിൽ കിറ്റ് കൊടുക്കുക, ഇതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ പറയുക ഇത് ഞങ്ങൾ തന്നതാണ്, അപ്പൊ ഞങ്ങൾക്ക് പകരം വോട്ട് തരുമെന്ന്. അല്ലാതെ ഖജനാവിൽ നിന്ന് കൊടുക്കുന്ന സാധനത്തിന് ഇവർക്ക് എന്ത് അവകാശമാണുള്ളത്? അല്ല, ഇതിൽ ഏറ്റവും വലിയ കാര്യമുണ്ട്.
ഇപ്പം സുരേഷ് ഗോപിക്കൊക്കെതിരെ പലതരത്തിൽ സംസാരിക്കുന്ന ആൾക്കാരാണ് ഈ CPM-മാര്. അദ്ദേഹത്തിന്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് എടുത്തിട്ട് ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവനെ പരിഹസിക്കുന്ന ആൾക്കാരാണ്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM-ന് കേരളത്തിലുള്ള അത്ര സഹകരണ സ്ഥാപനങ്ങൾ വേറെ ആർക്കും ഇല്ല. സഹകരണ ആശുപത്രികളുണ്ട്, സഹകരണ ബാങ്ക് ഉണ്ട്, സഹകരണ മെഡിക്കൽ കോളേജുകളുണ്ട്, സഹകരണ ആശുപത്രികൾ വേറെയുണ്ട്, പിന്നെ സഹകരണത്തിലുള്ള ഇപ്പം പലതരത്തിലുള്ള കാർഷിക സഹകരണ സ്ഥാപനങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ എത്രയധികം പണം ഒരു സാധാരണക്കാരന് വീട് വെച്ച് കൊടുക്കണമെങ്കിൽ CPM-ന്റെ പൊളിറ്റിക്കൽ നയത്തിന്റെ ഭാഗത്തിനപ്പുറത്തേക്ക് കേരളത്തിൽ വീടില്ലാത്ത ആളുകൾക്ക് പാരലായിട്ട് വീട് വെച്ച് കൊടുക്കാൻ, സർക്കാരിനേക്കാൾ കൂടുതൽ വീട് വെച്ച് കൊടുക്കാൻ CPM-ന് കഴിയും. ഫണ്ട് പിരിച്ചുകൊണ്ട് കഴിയും. അതായത് ഒരു പഞ്ചായത്തിൽ എത്ര ആളുകൾക്ക് വീടില്ല എന്ന് കണക്കെടുത്ത് ആ ആളുകൾക്ക് അതിൽ ഒരു പകുതി പേർക്കെങ്കിലും പിന്നെ എന്താണ് വരുന്ന 5 വർഷത്തിനുള്ളിൽ ഞങ്ങൾ വീട് വെക്കും, ഒരു പഞ്ചായത്തിൽ വീടില്ലാത്ത പകുതി പേർക്കെങ്കിലും ഞങ്ങൾ വീട് കൊടുക്കുമെന്ന് CPM-ന്റെ ആ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചാൽ അത് മതി അവിടെ വീടുണ്ടാവാൻ. അത്രയ്ക്ക് പിരിവ് അവിടെ നടക്കും. ആ പഞ്ചായത്തിൽ നിന്നും മറ്റു കാര്യങ്ങളൊന്നും CPM-നുള്ള കഴിവുണ്ട്. പക്ഷെ CPM ചെയ്യില്ല. CPM ഈ പറയുന്ന പോലെ സുരേഷ് ഗോപിയൊക്കെ പരിഹസിക്കാൻ നിൽക്കും. അവരുടെ ഈ പറയുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ എത്ര പേർക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നുണ്ട്? അവർ ആർക്കും കൊടുക്കുന്നില്ല. അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലൊക്കെ കൊടുക്കുന്നുള്ളൂ. ഇവിടെ അല്ലാത്ത മറ്റ് സ്ഥാപനങ്ങളും മറ്റാളുകളുമൊക്കെയാണ് ഇപ്പോഴും അമൃതയും അതുപോലെ തന്നെ KMCT-യും ഇക്രയും ഒക്കെയുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും സഭയുടെ ഹോസ്പിറ്റലിലൊക്കെയാണ് സൗജന്യം കൊടുക്കുന്നത്. അവരെയൊക്കെ കുറ്റം പറയുമ്പോഴും നമ്മൾ ആലോചിക്കണം, ഇതൊക്കെ CPM-ന്റെ ഒരു നിലവാരം, അല്ലെങ്കിൽ അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രം. എപ്പോഴും പുരോഗമനം പറയുക, റാഷണലിസം പറയുക, ജാതി പറയുക, ഇങ്ങനെയൊക്കെ കാര്യങ്ങളിലൂടെ ജനങ്ങളെ വിഘടിപ്പിച്ച് നിർത്തുക, വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളെ കൂട്ടുപിടിക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു CPM-യുടെ തന്ത്രം ഉണ്ടായിരുന്നത്. ആ CPM-ന്റെ തന്ത്രത്തെ മുഴുവൻ ജനങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു. കാരണം കോൺഗ്രസിനകത്ത് ഇപ്രാവശ്യം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് നഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് ഇനി ഭാവി ഇല്ലാന്ന് തീരുമാനിച്ച് ഇറങ്ങിയിരുന്നു. അത് സത്യമാണ്. സംഘടനാ തരത്തിൽ അവർ ഇറങ്ങിയിരുന്നു, അതും സത്യമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പറഞ്ഞ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള അടിയുണ്ടായിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തെയൊക്കെ വെച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ജനങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ജനങ്ങൾക്ക് ഇപ്പം UDF-ന്റെ പല ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും വിജയിച്ചിട്ടുണ്ട്. ഇവർക്കൊന്നും തന്നെ ഇപ്പം മലബാർ മേഖലയിൽ വിജയിച്ചിട്ടുള്ള പല സ്ഥാനാർത്ഥികളും കൃത്യമായി പറഞ്ഞാൽ അവരെ ഒന്നും ഈ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയൊന്നും ജനങ്ങൾക്ക് അറിയില്ല. പക്ഷെ ആ ജില്ലാ പഞ്ചായത്ത് ജയിക്കുകയാണ്. അതായത് അവരുടെ ഈ CPM-ന്റെ ഒരു സംഘടനാ സംവിധാനം ഈ തവണയും എന്താണ് എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത്രയും പ്രവർത്തിക്കാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞിട്ടില്ല. എങ്കിലും അവിടെയുള്ള ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും മുതൽ അവിടെ ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ പൊളിറ്റിക്കൽ ഷിഫ്റ്റാണത്. ആ പൊളിറ്റിക്കൽ വോട്ടാണ് അവിടെ വീണിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് കേരളം ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം UDF-ന്റെ കാര്യം തന്നെ എടുത്ത് പരിശോധിച്ചാൽ UDF-ന് ഇതൊരു പുതിയ ഉണർവാണ് ഇതിലൂടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു ഭരണമില്ല, ഇനി ഭരണത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന UDF-നെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായി പറയുകയാണെങ്കിൽ ഇനി ഒരു സാധ്യതയുണ്ട്. LDF സർക്കാരിന് ഉയർത്തെഴുന്നേൽപ്പിനെക്കാട്ടൊക്കെ അപ്പുറത്തേക്ക് ഇത് UDF-ന് കിട്ടിയ ഊർജം എത്രയാണെന്നറിയോ? അതായത് ജനങ്ങൾ മൊത്തം, അതായത് ഇപ്പൊ പല ആളുകളും പറയുന്നത് അടുത്ത തവണ LDF വരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷെ വോട്ടിംഗ് പാറ്റേൺ മൊത്തം നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ ഭരണത്തെ വെറുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിൽ വലിയ സാധ്യതയാണ്. പക്ഷെ UDF ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം UDF ആയാലും BJP ആയാലും ഇതിന്റെ പേരിൽ എല്ലാം ഞങ്ങൾക്ക് കിട്ടും എന്ന് കരുതിയിട്ട് തമ്മിലടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നടക്കില്ല. കൃത്യമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ജനങ്ങൾ ഇതെല്ലാം അതെ കൃത്യമായി പ്രവർത്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന ഈ സർക്കാർ താഴെ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയി, ചൂരൽമല ദുരന്തം. അതിനെ എങ്ങനെയാണ് സർക്കാർ കൈകാര്യം ചെയ്തതെന്നുള്ളത്, അതിന്റെ കണക്ക് രേഖപ്പെടുത്തിയതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിലെ ഓരോ ജനങ്ങളും കൊടുത്ത പൈസ ചേർന്നിട്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉണ്ടായത്, അല്ലേ? അപ്പൊ ആ പൈസ എങ്ങനെ വിനിയോഗിച്ചു എന്നതിനെ കുറിച്ചും അതിന്റെ കണക്ക് കൊടുത്തതും സംബന്ധിച്ചെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ലേ? ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടില്ലേ? ഇതൊന്നും ജനങ്ങൾ മറക്കില്ല. കാരണം ആ ദുരന്തത്തെ എല്ലാ മലയാളികളും ഇങ്ങനെ സ്വന്തം ആ ഒരു ഇതായിട്ടാണ് കണ്ടത്. ആ വേദനയിൽ എല്ലാവരും പങ്കുകൊണ്ടായിരുന്നു. പക്ഷേ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് അതിലും ഉണ്ടായിരുന്നു, ഇല്ലേ? കേന്ദ്രത്തിന് കണക്ക് കൊടുത്തതില് തെറ്റായ കണക്ക്, ഒരു ബോഡി ദഹിപ്പിക്കാൻ കാണിച്ച കണക്കുകളിലെ കള്ളത്തരങ്ങൾ, ഇങ്ങനെ 100 കൂട്ടം ആരോപണങ്ങൾ ഈ LDF സർക്കാർ നേരിട്ടിരുന്നു. ഇതൊന്നും മറക്കാൻ പാടില്ല. ജനങ്ങൾ ഇതൊന്നും മറക്കില്ല എന്നത് മാത്രം
ഇവർ മനസ്സിലാക്കിയാൽ മതി. തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞതുപോലെ ഇതും കൂടി ചേച്ചി പറഞ്ഞതുകൊണ്ടാണ്. അതായത് ഈ ചൂരൽമല ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതികൾ, അതെടുക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയാണ്, അതുമായി ബന്ധപ്പെട്ട നിരവധിയായുള്ള ആരോപണങ്ങളുണ്ട്. കേന്ദ്ര സർക്കാർ ഹെലികോപ്റ്ററിന് ഉപയോഗിച്ച ഫണ്ട് തിരിച്ചു ചോദിച്ചു എന്ന് പറഞ്ഞ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് കേന്ദ്ര സർക്കാർ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞത് ഇത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം, അതായത് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് അത് KSEBയുടെ ലൈൻ വലിക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ഈ തുടങ്ങി പല തരത്തിലുള്ള ഉടായ്പകൾ ഇവർ നടത്തി. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. എന്തായാലും കേരള രാഷ്ട്രീയം വലിയ രീതിയിൽ മാറുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് പിണറായി വിജയനും അയ്യപ്പന്റെ സ്വർണം കട്ടുമുട്ടിച്ച് ഒരു ഉളുപ്പുമില്ലാതെ അതിനെ ന്യായീകരിച്ച് എന്നിട്ട് പത്മകുമാർ എന്ന് പറയുന്ന ആളെ ഒരു സസ്പെൻഷൻ പോലും ചെയ്യാനുള്ള നിലപാട് കാണിക്കാത്ത ആൾക്കാരെ അയ്യപ്പൻ തൂക്കി ആറ്റിലെറിഞ്ഞിരിക്കുന്നു. ഇതാണ് അയ്യപ്പന്റെ കളി. ഇനി ഇത് സൈബർ സഖാക്കളൊക്കെ ഒന്ന് അയ്യപ്പന്റെ ഫോട്ടോ ഒക്കെ ഒന്ന് വെച്ചിട്ട് എന്താണ് അവർക്ക് ഒരു പരിപാടിയുണ്ട്. ഏതെങ്കിലും UDF നേതാക്കന്മാർക്ക് വന്നാൽ അയ്യപ്പ കോപം പറയും. ഇതാണ് യഥാർത്ഥ അയ്യപ്പ കോപം. അത് മനസ്സിലാക്കിയത്. അതായത് 10 കൊല്ലം കഴിഞ്ഞാലും അയ്യപ്പന്റെ കോപം വിടില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയാണ്. പമ്പയിൽ ചെന്ന് നിന്ന് ലേലിയല്ലു എന്ന് വിളിക്കുകയാണ്. തീർച്ചയായിട്ടും.